Hello everyone and once again welcome back to Hasna's henna hut. കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പേപ്പർ റോസസ് ഉണ്ടാക്കാം അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഇനാബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പേപ്പർ റോസസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ബ്ലൂ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 10.5 x 10.5 ആ ഒരു സൈസിലുള്ള സ്ക്വയറാണ്. അങ്ങനത്തെ 4 സ്ക്വയറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ ഫ്ലവർ വേണമെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്യാം. once again fold. And fold it one more time. അങ്ങനെ ടോട്ടൽ 3 പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് റഫായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതൊന്ന് സിസർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ടിപ്പിൽ ജസ്റ്റ് ഒരു കട്ട് കൊടുക്കാം. ഡീപ്പായിട്ട് കട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒരു ചെറിയൊരു കട്ടേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് സ്ക്വയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഫോൾഡ് ഇറ്റ് വൺസ്, ദെൻ അഗെയിൻ ഫോൾഡ്. Then fold it one more time. എല്ലാ പെറ്റൽസും ഒരേ സൈസിൽ വേണം. അതുകൊണ്ട് ഫസ്റ്റ് ഉണ്ടാക്കിയ പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഔട്ട്ലൈൻ എടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള 2 സ്ക്വയറും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നാല് സ്ക്വയേഴ്സും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഈ പെറ്റൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഒരു പെറ്റൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. രണ്ടും നമുക്ക് മാറ്റി വെക്കാം, നമുക്കിത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് അടുത്ത പെറ്റലിൻ്റെ 2 പെറ്റലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ 2 പെറ്റലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്.
അതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് പെറ്റലിൻ്റെ കേസിലാണെങ്കിൽ 3 പെറ്റൽസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ 3 പെറ്റൽസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതും മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് പെറ്റലിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നേരെ ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഈ ഹാഫായിട്ട് കട്ട് ചെയ്തതിൽ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, മറ്റേത് നമുക്ക് ആവശ്യമില്ല, നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ പെറ്റൽസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. പെറ്റൽസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. രണ്ട് പെറ്റൽസ് വരുന്ന കേസിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫെവിക്കോൾ അതിൻ്റെ ജസ്റ്റ് സൈഡിൽ മാത്രം ആക്കി കൊടുക്കുക, അതിനുശേഷം ഒട്ടിച്ചെടുക്കുക. ഒരു പെറ്റലിൻ്റെ കേസിലാവുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അതുപോലെ നേരത്തെ ചെയ്തതുപോലെ സൈഡിൽ മാത്രം ആക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുക. ഇനി ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ പെറ്റൽസിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഓരോ ഇതളുകളായിട്ട് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡിയാണ്. പേപ്പർ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റോസ് ഫ്ലവർ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.